And welcome to the new video. In the last video, I have discussed about the construction of cables used for underground electric power transmission. In this video, I'll be discussing about the insulating materials used in underground cables. And basically, the satisfactory operation of a cable depends to a greater extent upon the characteristics of the insulation material used. And therefore, the proper choice of insulating material for cables is of very importance. And the following are the desired qualities of the insulation materials which can be used for underground cables. Firstly, it should have high insulation resistance to avoid leakage current. Okay. നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുന്നത് ലീക്കേജ് ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഹൈ ഇൻസുലേഷൻ പ്രോപ്പർട്ടിയാണ്. സോ ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഷുഡ് ബി ദയർ ടു അവോയ്ഡ് ദ leakage of current. Then high dielectric strength to avoid electrical breakdown of the cable. ഇപ്പോൾ ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, കാരണം ഹൈ വോൾട്ടേജിലുള്ള പവറാണ് നമ്മൾ ഇലക്ട്രിക് പവറാണ് ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയലക്ട്രിക് ബ്രേക്ക് ഡൗൺ പെട്ടെന്ന് ഉണ്ടാവാൻ പാടില്ല. സോ ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഷുഡ് ബി ദയർ ടു അവോയ്ഡ് ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ദ കേബിൾ വിച്ച് ഈസ് എ സിവിയർ ഫോൾട്ട്. അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല. ദെൻ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു വിത്ത്സ്റ്റാൻഡ് ദ മെക്കാനിക്കൽ handling of cable. High mechanical strength ഉണ്ടാവണം to withstand mechanical handling of the cables. Then it should be non-hygroscopic ആയിരിക്കണം. That means it should not absorb moisture from air or soil. എയറിൽ നിന്നോ സോയിലിൽ നിന്നോ മോയ്സ്ചർ കണ്ടന്റ് വലിച്ചെടുക്കാൻ പാടില്ല. അതിനെയാണ് നോൺ ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. And the moisture tend to decrease the insulation resistance and hastens the breakdown of the cable. അപ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് എന്ത് മോയ്സ്ചർ കണ്ടന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും ചെയ്യും, ബ്രേക്ക് ഡൗൺ പെട്ടെന്ന് ആവുകയും ചെയ്യും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് if the insulating material is of hygroscopic in nature, it must be enclosed in a waterproof covering like lead sheath. ഇനി അങ്ങനത്തെ നമ്മുടെ മെറ്റീരിയൽ ഹൈഗ്രോസ്കോപ്പിക് ആണെങ്കിൽ വി ഷുഡ് ടേക്ക് കെയർ സോ ദാറ്റ് ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ വാട്ടർ പ്രൂഫ് കവറിങ് ലൈക്ക് ലെഡ് ഷീത്ത്. ഇപ്പോൾ ലെഡ് ഷീത്ത് കവറിങ് കൊടുക്കേണ്ടി വരും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള, സോ ദാറ്റ് മോയ്സ്ചർ ഈസ് നോട്ട് അബ്സോർബ്. ദെൻ ഇറ്റ് ഷുഡ് ബി നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം. ആൻഡ് ലോ കോസ്റ്റ് സോ ആസ് ടു മേക്ക് ദ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം എ വയബിൾ പ്രൊപ്പോർഷൻ. സോ അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോസ്റ്റാണ്. സോ ബെറ്റർ എക്കണോമിക്കൽ ആവാൻ വേണ്ടിയിട്ട് നമ്മളത് ലോ കോസ്റ്റ് ആയിട്ടുള്ളതും കൂടിയാണ് നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ചൂസ് ചെയ്യുക. ദെൻ ഫൈനലി ഇറ്റ് ഷുഡ് ബി അൺഅഫക്റ്റഡ് ബൈ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ടു അവോയ്ഡ് എനി കെമിക്കൽ ആക്ഷൻ. കെമിക്കൽ ആക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്താ പ്രൊമോട്ട് ചെയ്യാത്ത മെറ്റീരിയൽ ആയിരിക്കണം. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി അൺഅഫക്റ്റഡ് ബൈ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. സോ ഈ പറഞ്ഞതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈഡ് പ്രോപ്പർട്ടീസ്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിനും ഒരിക്കലും എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. Therefore, the type of insulating material to be used depend upon the purpose for which the cable is required and the quality of insulation to be aimed at. Okay. So the type of insulating material to be used depends upon the purpose for which the cable is required and the quality of insulation to be aimed at. And the principal insulating materials used in cables are rubber, vulcanized India rubber, impregnated paper, varnished cambric and polyvinyl chloride or PVC. ഈ പറഞ്ഞ അഞ്ചെണ്ണമാണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഇപ്പോൾ ഓരോന്നിൻ്റെയും ജസ്റ്റ് ബേസിക് ഐഡിയ എന്താണെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റബ്ബറാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ റബ്ബറാണ്. ദിസ് റബ്ബർ മേ ബി ഒബ്റ്റൈൻ ഫ്രം മിൽക്കി സാപ്പ് ഓഫ് ട്രോപ്പിക്കൽ ട്രീസ് ഓർ ഇറ്റ് മേ ബി പ്രൊഡ്യൂസ് ഫ്രം ഓയിൽ പ്രൊഡക്ട്സ്. ഇപ്പോൾ രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി വാരിങ് ബിറ്റ്വീൻ 2 and 3. Then dielectric strength is around 30 kV per millimeter. 30 kV per millimeter ആണ്. And resistivity of insulation is 10 raised to 17 ohm centimeter. Okay. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്. ആൻഡ് വൺ മോർ തിങ്, ഇതിലത്തെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾദോ ദ പ്യുവർ റബ്ബർ ഹാസ് റീസണബിളി ഹൈ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ്, ഇറ്റ് സഫേഴ്സ് ഫ്രം സം മേജർ ഡ്രോബാക്സ്. സോ മേജർ ഡ്രോബാക്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇറ്റ് റെഡിലി അബ്സോർബ് മോയ്സ്ചർ. അപ്പോൾ മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ കവറിങ് കൊടുക്കേണ്ടി വരും. ആൻഡ് ദെൻ മാക്സിമം ടെമ്പറേച്ചർ ഈസ് വെരി ലോ. മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്രയുള്ളൂ, 38°C ആണ്. സോഫ്റ്റ് ആണ് ആൻഡ് ലയബിൾ ടു ഡാമേജ് ഡ്യൂ ടു റഫ് ഹാൻഡ്ലിംഗ് ആൻഡ്
ഏജസ് വെൻ എക്സ്പോസ് ടു ലൈറ്റ്. അപ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെക്കാനിക്കൽ ഹാൻഡ്ലിംഗ് വരുമ്പോൾ ഉള്ള ഇഷ്യൂ ഉണ്ടാവാം. പിന്നെ കുറേ കാലം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ലയബിൾ ടു ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ദെർഫോർ പ്യുവർ റബ്ബർ കാനോട്ട് ബി യൂസ്ഡ് ആസ് ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ പ്യുവർ റബ്ബർ ഒരിക്കലും നമുക്ക് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞത് ഉണ്ടെങ്കിലും ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ്, റെസിസ്റ്റിവിറ്റി ഒക്കെ ഭയങ്കര കൂടുതലാണെങ്കിലും പ്യുവർ റബ്ബർ ഈ പറഞ്ഞ റീസൺസ് കാരണം നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കില്ല. പ്യുവർ റബ്ബർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് അധികം ഉപയോഗിക്കാറില്ല. Then there is the vulcanized India rubber. It is prepared by mixing pure rubber with mineral matter such as zinc oxide, red lead, etc. and 3 to 5% of sulfur. So pure rubber ne മാറ്റി നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? സിങ്ക് ഓക്സൈഡ്, റെഡ് ലെഡ് അങ്ങനത്തെ സംഭവങ്ങളും അല്ലെങ്കിൽ പ്ലസ് 3 to 5% ഓഫ് സൾഫർ. അപ്പം അങ്ങനെ എന്താ റബ്ബറിനെ നമ്മൾ ചേഞ്ച് ചെയ്തു. ഈ കോമ്പൗണ്ടിനെയാണ് എന്താ ദിസ് കോമ്പൗണ്ട്സ് ഓഫ് ഫോംഡ് ഈസ് റോൾഡ് ഇൻ ടു തിൻ ഷീറ്റ്സ് ആൻഡ് കട്ട് ഇൻ ടു സ്ട്രിപ്സ്. ചെറിയ ചെറിയ ഷീറ്റായിട്ട് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ദ റബ്ബർ കോമ്പൗണ്ട് ഈസ് ദെൻ അപ്ലൈഡ് ടു ദ കണ്ടക്ടർ ആൻഡ് ഈസ് ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 150 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കി, ആ കോമ്പൗണ്ട് തിൻ ഷീറ്റ്സ് ആക്കി അതിനെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് റബ്ബർ കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടറിൻ്റെ മുകളിൽ ഹീറ്റ് ചെയ്ത് പിടിപ്പിച്ചു 150 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ മൊത്തം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആദ്യം കോമ്പൗണ്ട് ഉണ്ടാക്കി സ്ട്രിപ്സ് ആക്കി തിൻ ഷീറ്റാക്കി സ്ട്രിപ്പായി കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് വോൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് വോൾക്കനൈസേഷൻ ആൻഡ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ് നോൺ ആസ് വോൾക്കനൈസ്ഡ് റബ്ബർ. അപ്പോൾ ആ റബ്ബറിനെ നമ്മൾ എന്ത് റബ്ബറാക്കി? വോൾക്കനൈസ്ഡ് ഇന്ത്യ റബ്ബർ, VIR എന്നാണ് പറയുക, വോൾക്കനൈസ്ഡ് ഇന്ത്യ റബ്ബർ. Okay, and this vulcanized India rubber has greater mechanical strength, durability and wear resistant property than pure rubber. Pure rubber ന്റെ issues നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇവിടെ ഓവർകം ചെയ്തു. So this rubber has, VIR has greater mechanical strength, durability and wear resistant property than a pure rubber. ബട്ട് ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫർ റിയാക്ട്സ് വെരി ക്വിക്ക്ലി വിത്ത് കോപ്പർ. And for this reason, cables using VIR installation have tinned copper conductor. So simple copper conductor അല്ല കണ്ടക്ടർ ആയിട്ട് കണ്ടക്ടർ മെറ്റീരിയൽ കോപ്പർ ആണെങ്കിൽ അത് വെറും കോപ്പർ ആയിരിക്കില്ല, ടിൻഡ് കോപ്പർ ആണ് ഉപയോഗിക്കുക. കാരണം ഈ ഒരു ഡ്രോബാക്ക് ഒഴിവാക്കുന്നത് സൾഫറും കോപ്പറും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. സോ മെക്കാനിക്കൽ റിയാക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, and the VIR installation is generally used for low and moderate voltage cables. So low and moderate voltage cables ന് ഉപയോഗിക്കുന്നതാണ് VIR, vulcanized India rubber. Okay, next is the impregnated paper. Impregnated paper ആണ്. It consists of chemically pulped paper made from wood chippings and impregnated with some compounds such as paraffinic or naphthenic material. Okay, ഇപ്പോൾ വുഡ് ചിപ്പിങ്സിൽ നിന്ന് കിട്ടുന്ന പേപ്പർ അത് ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പാരഫിനിക് ഓർ നാഫ്തനിക് മെറ്റീരിയൽ വെച്ച് ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ ഹാസ് ഓൾമോസ്റ്റ് സൂപ്പർസീഡഡ് ദ റബ്ബർ ഇൻസുലേഷൻ. സോ റബ്ബർ ഇൻസുലേഷനെക്കാട്ടിലും ബെറ്റർ ആണ് ഏത് നമ്മളിപ്പോൾ പറഞ്ഞ ഇംപ്രിഗ്നേറ്റഡ് പേപ്പർ ആയിട്ടുള്ള ഇൻസുലേഷൻ മെറ്റീരിയൽ. ബിക്കോസ് it has the advantages of low cost, low capacitance, high dielectric strength and high insulation resistance. പക്ഷേ ഇതിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ദാറ്റ് ദ പേപ്പർ ഈസ് ഹൈഗ്രോസ്കോപ്പിക്. പേപ്പർ എന്താണ്? ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഹൈഗ്രോസ്കോപ്പിക് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈവൻ ഇഫ് ഇംപ്രിഗ്നേറ്റഡ് വിത്ത് സ്യൂട്ടബിൾ കോമ്പൗണ്ട് ഇറ്റ് അബ്സോർബ് മോയ്സ്ചർ ആൻഡ് ദസ് ലോവേഴ്സ് ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ കേബിൾ. അപ്പോൾ എന്താ മോയ്സ്ചർ അബ്സോർബ് ചെയ്യും, റെസിസ്റ്റൻസ് കുറയ്ക്കും. And for this reason, paper insulated cables are always provided with some protective covering and are never left unsealed. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് കൂടി കൊടുക്കും, ഒരിക്കലും അൺസീൽഡ് ആയിട്ടല്ല നമ്മൾ ഉപയോഗിക്കാൻ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു ബി ലെഫ്റ്റ് unused on the side during laying, its ends are temporarily covered with wax or tar. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ എൻഡുകൾ നമ്മളിവിടെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുകയും കൂടിയും ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് ദേ ആർ യൂസ്ഡ് where the cable route has a few joints. കുറച്ച് ജോയിൻറ്റ്സ് മാത്രം ഉള്ള കേസുകളിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ since the paper insulated cables have the tendency to absorb moisture,
they are used where the cable route has a few joints. For instance, they can be profitably used for distribution at low voltages in congested areas where the joints are generally provided only at the terminal apparatus. Terminal apparatus matram provide ചെയ്താൽ മതി എന്നുള്ള കേസുകൾ. That is for smaller installation where the lengths are small and joints are required at a number of places. VAR cables will be cheaper and durable than paper insulated cables. അപ്പോൾ നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇംപ്രിഗ്നേറ്റഡ് പേപ്പർ എടുക്കണോ VAR എടുക്കണോ എന്നുള്ളത് അവിടെ നമ്മൾ അതിനനുസരിച്ച് ചൂസ് ചെയ്യണം. സോ സ്മോൾ ഇൻസ്റ്റലേഷൻസിന് VAR ആയിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. Then is a varnished cambric. It is a cotton cloth impregnated and coated with varnish and also known as empire tape. And the cambric is lapped onto the conductor in the form of a tape. Tape പോലെയാണ്. And its surface are coated with petroleum jelly compound to allow for the sliding of one turn over another as the cable is bent. Okay, so cable bend ചെയ്യുമ്പോൾ എന്താ നമുക്ക് സ്ലൈഡിങ് അലോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ പെട്രോളിയം ജെല്ലിയും കൂടി ഉണ്ടായിരിക്കും. ആൻഡ് ആസ് ദ വാർണിഷ് cambric is hygroscopic, therefore such cables are always provided with metallic sheath. Hygroscopic ആണ്, അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മെറ്റാലിക് ഷീത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഈസ് അറൌണ്ട് 4 kV per millimeter and permittivity is 2.5 to 3.8. And then finally is the polyvinyl chloride or PVC insulating material, and this insulating material is a synthetic compound. Or synthetic compound ആണ്. It is obtained from polymerization of acetylene and is in the form of white powder ആയിട്ടുണ്ട്. For obtaining this material as a cable insulation, it is compounded with certain materials known as plasticizers which are liquids with high boiling point. So പൗഡറിനെ നമ്മുടെ എന്താ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പോലെ ആക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിസൈസേഴ്സിനായിട്ട് മിക്സ് ചെയ്യാണ്, ലിക്വിഡ്സ് ആണ് വിത്ത് ഹൈ ബോയിലിംഗ് പോയിന്റ്. ആൻഡ് ദ പ്ലാസ്റ്റിസൈസേഴ്സ് ഫോം എ ജെൽ ആൻഡ് renders the material plastic over the desired range of temperature. And polyvinyl chloride has high insulation resistance, good dielectric strength and mechanical toughness over a wide range of temperature. ഒരുപാട് എന്താ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാലും ഇതിൻ്റെ എന്താ റെസിസ്റ്റൻസും ഡയലക്ട്രിക് സ്ട്രെങ്ത്തും മെക്കാനിക്കൽ ടഫ്നെസ്സും ഒക്കെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഇനേർട്ട് ടു oxygen and almost inert to many alkalis and acids. So ഒരുപാട് better qualities ഉള്ളതാണ് ഇത് PVC. And this type of insulation is preferred over VAR in extreme environmental conditions such as in cement factory or chemical factory. Okay, അപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ആരെയാണ് നോക്കുന്നത്? PVCനെയാണ്. And as the mechanical properties of PVC are not good as those of rubber, therefore the PVC insulated cables are generally used for low and medium domestic lights and power installations. അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ലോ ആൻഡ് മീഡിയം ഡൊമസ്റ്റിക് ലൈറ്റ്സ് ആൻഡ് പവർ ഇൻസ്റ്റലേഷൻസിനാണ് ആര് ഉപയോഗിക്കുക? പോളിവിനൽ ക്ലോറൈഡ് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽസ് വരുന്നത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ അപ്ലിക്കേഷൻസിനും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും.